Students, all of you welcome to our online class. In our last class, we discussed what is national income, how it is calculated, what are the important objectives of the national income. Today, we are going to discuss about some important concepts related to national income. What are the important concepts related to national income? Students, GDP, GNP, NNP and per capita income. These are the important concepts related to national income. First one is GNP. GNP, Gross National Product. The full form of the GNP, Gross National Product. Gross National Product is an important concept of national income. Gross national product is the important concept of national income. It is calculated on the basis of final goods and services produced in a country. GNP എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് GNP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഒരു ആശയമാണ് എന്ത് എന്ന് പറയുന്നത് GNP എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് GNP കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് GNP കണക്കാക്കുന്നത്? GNP calculated on the basis of the final goods and services produced in a country. So, do you know what is final product? What is final product? The product that are available for consumption are called final product. The product that are available for consumption are called final product. നമ്മുടെ കൺസപ്ഷന് വേണ്ടി അഥവാ നമ്മുടെ ഉപഭോഗത്തിന് വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന, നമുക്ക് അവൈലബിൾ ആകുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഷർട്ട്, നമ്മൾ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. കാരണം ഷോപ്പിൽ പോയിട്ട് ആ ഷർട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺസപ്ഷൻ ചെയ്യാൻ അഥവാ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിന് മുൻപ് പല സ്റ്റേജിലും ക്ലോത്ത് ആയിട്ടുണ്ട്, അതേപോലെ പല സ്ഥാനങ്ങൾ അതിൻ്റെ ബട്ടണുകൾ, ത്രെഡ്, ഇതെല്ലാം യോജിപ്പിച്ചിട്ടാണ് ഫൈനലി അതിനെ ഒരു ഷർട്ട് എന്ന രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ഷർട്ട് ആകുന്ന സമയത്താണ് നമുക്കത് കൺസപ്ഷൻ ചെയ്യാൻ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തിലെ GNP എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. The money value of final product is taken into account for calculating GNP. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ മണി വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് GNP കണക്കാക്കുക. GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ മണി വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പണമൂല്യം നോക്കും, ഇത് എത്ര രൂപയുടെ സാധനമാണ്, ഓരോ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെയും മണി വാല്യൂ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GNP എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഷർട്ടിൻ്റെ മണി വാല്യൂ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബട്ടൺസിൻ്റെയും ക്ലോത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മണി വാല്യൂസിൽ എന്തിൽ ചെയ്തിട്ടുണ്ടാകും? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മണി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So, the money value of final goods and services produced in the gross national product. The GNP of a country is calculated for a particular financial year. In India, financial year is from 1st April to March 31st. So, ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1st to മാർച്ച് 31st വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. So students, all of you once more listen here. GNP is the important concept related to national income. നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഏത്? GNP. What is GNP? GNP means gross national product. GNP is an important concept of national income. GNP is an important concept of national income. How it is calculated? GNP is calculated on the basis of goods and services produced in a country. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തെ GNP കണക്കാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GNP കണക്കാക്കുന്നത് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കൺസപ്ഷന് വേണ്ടി, ഉപഭോഗത്തിനായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മണി വാല്യൂ കണ്ടിട്ട്
മണി വാല്യൂ കൂട്ടിയിട്ടാണ് നമുക്ക് ഏത് ലഭിക്കുന്നത്? GNP ലഭിക്കുന്നത്. ഈ GNP കണക്കാക്കുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷം എന്ന് പറയുന്നത് ജാനുവരി ടു ഡിസംബർ വരെയാണോ? അല്ല. ഓരോ രാജ്യത്തിന്റെയും ഇന്ത്യയിൽ ഇത് കണക്കാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത് April 1 to March 31 വരെയാണ്. ഈ കാലയളവിലാണ് ഒരു GNP എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. So all of you listen here. GNP is an important concept of national income. GNP is calculated. All of you understood? GNP is calculated on the basis of final goods and services produced in a country. Money value of final goods and service produced is the gross national product. The GNP of a country is calculated for a particular financial year. In India, the financial year is from 1st April to March 31st. All of you listen here. Do you understood what is GNP? GNP എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ GNP എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും അടിസ്ഥാനത്തിലാണ് GNP കണക്കാക്കുന്നത്. എങ്ങനെയാണ് GNP കണക്കാക്കുന്നത്? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും അടിസ്ഥാനത്തിലാണ് GNP എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? എങ്ങനെയാണ് GNP കണക്കാക്കുന്നത്? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിന്റെയും സർവീസിന്റെയും അടിസ്ഥാനത്തിലാണ് GNP എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇനി കൺസെപ്ഷന് വേണ്ടി, എന്താ കൺസെപ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഉപഭോഗമല്ലേ. കൺസെപ്ഷന് വേണ്ടി ലഭ്യമാകുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കൺസെപ്ഷന് വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. I think all of you understood what is GNP. Okay, now we discuss our first concept of national income, that is GNP. Now we are moving to discuss about the second concept of GNP, that is GDP. Full form of GDP, gross domestic product. Gross domestic product. The GDP of a country is the total money value of final goods and services produced within the domestic territory during a financial year. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിറ്ററി, എന്താ ഡൊമസ്റ്റിക് ടെറിറ്ററി എന്ന് പറയുന്നത്? ഇപ്പോൾ GNP എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഇന്ത്യയിലെ ആളുകൾ തന്നെ വിദേശത്ത് പോയിട്ട് ജോലിക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന പണം ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ നമ്മൾ അത് GNPയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അതേസമയം GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിറ്ററിക്കുള്ളിൽ, കാരണം ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, എന്താ ഡൊമസ്റ്റിക് ടെറിറ്ററി എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ മണി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് അമേരിക്കയിൽ കമ്പനി ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളുടെ പണമൂല്യമൊക്കെ അയാൾ ഇന്ത്യക്കാരനാണല്ലേ, അദ്ദേഹം അത് ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ ആ പണത്തെ നമുക്ക് GNPയിൽ ഉൾപ്പെടുത്താം. പക്ഷെ അതൊരിക്കലും ഏതിൽ ഇൻക്ലൂഡ് ചെയ്യൂല? GDPയിൽ. കാരണം GDPയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം? വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി. ഏതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം? നമ്മുടെ ഡൊമസ്റ്റിക് ടെറിറ്ററിയിൽ. കാരണം നമ്മുടെ ഇന്ത്യക്ക് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മണി വാല്യൂ കൂട്ടിയിട്ടാണ് ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ രാജ്യത്തിൻ്റെയും ഡൊമസ്റ്റിക് ടെറിറ്ററിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ആകെ മണി വാല്യൂ ആണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓഫ് പീപ്പിൾ വർക്കിംഗ് അബ്രോഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റിംഗ് അബ്രോഡ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ദ കാൽക്കുലേറ്റിംഗ് GDP. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനവും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലാഭവും ഒരിക്കലും GDPയിൽ എന്ത് ചെയ്യാറില്ല? ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇന്ത്യയിലെ ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകവും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആളുകൾക്ക് വിദേശത്തൊരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല? ഈ GDPയിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല. GDPയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കണം. നമ്മളാണ് ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം അവിടുത്തെ GDPയിൽ ഉൾപ്പെടുത്തും. കാരണം ആ സ്ഥാപനം ഉള്ളത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ
അവിടുത്തെ അമേരിക്കയുടെ GDP-യിൽ ആ സ്ഥാപനത്തിൻ്റെ ലാഭം ഇൻക്ലൂഡ് ചെയ്യും. അതേസമയം ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇന്ത്യയുടെ GDP-യിലാണോ ഇൻക്ലൂഡ് ചെയ്യുക? അല്ല. ഏതിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക? GNP-യിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുമാണ്. I think all of you understood what is GDP and GNP. So let's wind up our class. Thank you. See you in the